നമസ്കാരം. വനിത മോണസദ്യയിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മുരിങ്ങക്കായ കൊണ്ടുള്ള ഒരു അസല് തോരനാണ്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. മുരിങ്ങക്കായ വേണം. മുരിങ്ങക്കായ ഇതാ നോക്കൂ, ഒരു സ്പെഷ്യൽ രീതിയിൽ മുറിച്ച് അതിന്റെ കാമ്പ് മാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെയാ ചെയ്തതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. മുരിങ്ങക്കായ നമ്മളിങ്ങനെ നടുവായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതിനെ ഇങ്ങനെ ഇതിന്റെ കാമ്പ് നമ്മളിങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ ഇങ്ങനെ ചിരണ്ടി എടുക്കുമ്പോൾ ദാ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓൾമോസ്റ്റ് ഒരു 1/2 കിലോ ഓളം വരുന്ന മുരിങ്ങക്കായാണ് നമ്മൾ വെച്ചേക്കണത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് വറ്റൽ മുളക് വേണം, കറിവേപ്പില വേണം, ഉഴുന്നുപരിപ്പ് വേണം, തോരപ്പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പും ആവാം. പിന്നെ നാളികേരം ഇത് ഒരു ചെറിയ നാളികേരത്തിൻ്റെ അരമുറിയോളം തേങ്ങ ചിരകിയതാണ്. പിന്നെ സബോള, ഒരു വലിയ സബോള അരിഞ്ഞു വെച്ചതാണ്. പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണം നല്ല വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇനി ഇത് കൂടാതെ നമുക്ക് വേണ്ടത് പൊടികളാണ്. അതിൽ മുളക് പൊടിയുണ്ട്, കടുകുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളം, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടേ. നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? നമ്മൾ അടുപ്പ് കത്തിക്കണു. ഇനി ഉരുളി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. തോരനല്ലേ ഉണ്ടാക്കണേ, അപ്പോൾ കുറേ നേരം നമുക്ക് അടുപ്പത്ത് വെക്കാനുള്ളതായതുകൊണ്ട് ബേസ് ഇതിന്നാണ് തുടങ്ങണേ എന്നുള്ളത് കൊണ്ടും നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 1 2 3 4 5 6 7 8 ഒരു സ്പൂണും കൂടി ഒഴിക്കും. ഒരു 9 സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് മൂപ്പായിട്ട് വരണം. അത് മൂപ്പായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ കടുക് ഇടണു. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ മുളക്, ഒരു 3 മുളക് നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പം തീ ഒന്ന് കുറയ്ക്കുകയാണേ. ഉഴുന്നുപരിപ്പ് ഒരു 2.5 സ്പൂണോളം ഉഴുന്നുപരിപ്പുണ്ട്. ഞാൻ അത് മുഴുവൻ ഇടുകയാണ്. നല്ല രുചിയായിരിക്കും. ആ ഉഴുന്നുപരിപ്പിൻ്റെ ഒരു കടി ഇങ്ങനെ വരുമ്പോൾ നല്ല രുചിയായിരിക്കും. അതുപോലെ തൂരപ്പരിപ്പും നല്ലോണം ഇടുന്നുണ്ട്. ഒരു അതേ കണക്കിന് ഒരു 2.5-3 സ്പൂണോളം ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കാം കേട്ടോ. ആദ്യം അടി പിടിക്കാതെ ആവാനാണ് പെട്ടെന്ന് ഞാൻ ഇളക്കണതേ. ഇതിലേക്ക് കറിവേപ്പില, ഒരു പിടി കറിവേപ്പില ആഡ് ചെയ്യാണ്. ഫ്ലെയിം ഇത്തിരി കൂട്ടുണ്ട് വീണ്ടും. ഒന്ന് ഏകദേശം ആയി വരുമ്പോഴേക്കും നമുക്കിനി ആഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോള അരിഞ്ഞു വെച്ചതാണേ. ഓക്കെ, സബോള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൗണൊന്നും ആവണ്ട. ഇതിനോട് ബ്ലെൻഡായിട്ട് ഒന്ന് മിക്സായിട്ട് കിട്ടണ പോലെ വരണം. ഒരു മൂപ്പായുണ്ട്, ഏകദേശം മൂപ്പ് ആവുമ്പോഴത്തേക്കും അടുത്തത് നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് പച്ചമുളകാണേ. പച്ചമുളകും ഫുള്ള് നമ്മൾ ആഡ് ചെയ്തു. ഫ്ലെയിം ഞാൻ കുറച്ചിട്ടില്ല, അങ്ങനെ തന്നെയാണുള്ളത്.
ബ്ലെൻഡായി ആ പച്ചമണമൊക്കെ അല്ലേ, പച്ചമുളകിൻ്റെയും സബോളയുടെയും പച്ചമണമൊക്കെ ഒന്ന് പോണത് വരെ നമുക്ക് തിളക്കാം. ഭയങ്കര മൊരിയാതിരിക്കാൻ ഞാൻ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക കേട്ടോ, സിമ്മിലേക്ക് ഇടുകയാണേ. ഇത് തോരനല്ലേ, അപ്പം അധികം മൊരിയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്നിങ്ങനെ ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഈ ബ്ലെൻഡായി വന്നതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാളികേരം. നാളികേരം കൂടി ആഡ് ചെയ്യട്ടെ കേട്ടോ. നാളികേരം അതെ ഒന്ന് ഇതില് ഇഴുകി ഒരു കുഴഞ്ഞ പരുവത്തിലേക്ക് എത്തുന്ന പാകം അത്ര മതി. അങ്ങനെ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ സ്വല്പം കൂടി ആവാനുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി ആവാനുള്ള സ്ഥിതിക്ക് നമുക്ക് ഇത്തിരി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. അപ്പോൾ അടി പിടിക്കാതിരിക്കാനായിട്ട് ഫ്ലെയിം വീണ്ടും ഞാനൊന്ന് സിമ്മിലേക്ക് ഇടുകയാണ്. ഇത് ഓൾമോസ്റ്റ് ആയ പോലെ ഉണ്ട് കേട്ടോ. നാളികേരം മൊരിയണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ, അതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മുളക് പൊടി, ഇത്ര തന്നെ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുരുമുളക് പൊടിയും കൂടി ഉണ്ട്, അത് അധികം വേണ്ട, എന്നാലും ഒരു പാകത്തിന് അടി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി പൊടികളുടെയൊക്കെ പച്ചമണം പോണ വരെ നമുക്ക് ഇളക്കാം. വെളിച്ചെണ്ണയുടെ ഒരു ഇത്തിരി കുറവ് പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ നമ്മളൊരു 9 സ്പൂണോളം വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തത്. അപ്പം അതിൻ്റെ പകുതിയോളം വെളിച്ചെണ്ണ ഞാൻ വീണ്ടും ആഡ് ചെയ്യണേ. 4-4.5 സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ഇപ്പം ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ഒരു 1/2 സ്പൂൺ നിറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഈ തോരനാണ് നമ്മൾ ആദ്യം വറുത്തിടുന്ന പരിപാടി ചെയ്യുക. വറുത്തിട്ടിട്ടാണ് ബാക്കിയുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുക. എല്ലാ തോരനുകളും ഉണ്ടാക്കുമ്പോഴും അങ്ങനെയാണ്. നാളികേരമൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ മുരിങ്ങക്കായ നുറുക്കി വെച്ചത്, കാമ്പ് നുറുക്കി വെച്ചത് ആഡ് ചെയ്യാൻ പോവാണേ. നല്ല സോഫ്റ്റി ആയിട്ടുള്ളതാണ് നമ്മുടെ മുരിങ്ങക്കായയുടെ കാമ്പ്. നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കണേ. ഇളക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെ വരണു എന്നുള്ളത്. നാളികേരം ചേർത്തിട്ടുള്ള ഇങ്ങനെയുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ തോരന്ന് വിളിക്കുക. അല്ലാത്തതിനെ നമ്മൾ മെഴുക്ക് വരട്ടിന്നോ ഉപ്പേരിന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും വിളിക്കുക. ഇത് ഒന്ന് മിക്സായിട്ടുണ്ട്. പക്ഷെ മിക്സായപ്പോൾ ഒരു ഇത്തിരി ലേശം കളറ് കുറഞ്ഞ പോലെ എനിക്കൊരു തോന്നൽ. അപ്പം ഇതിലേക്ക് ഒരു സ്വല്പം കൂടി മുളക് പൊടി ആഡ് ചെയ്യണേ. അപ്പോൾ മുളക് പൊടി ആഡ് ചെയ്തു. ഫ്ലെയിം ഒന്ന് ഒരു സ്വല്പം മിക്സ് ആവണ വരെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു.
അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് എല്ലാം ഒതുക്കി തട്ടി കൊത്തി വെക്കാം കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഇറുക്കത്തിൽ എല്ലാം കൂടി ഇതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട്, തോരൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഇത് വേവിക്കുക. അതും വളരെ സിമ്മായിട്ടുള്ള ഫ്ലെയിമിലാണ് നല്ല ടൈറ്റായി ഇറുക്കി അതിനെ വെച്ചിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുക കേട്ടോ. ഇനി കുറച്ചു നേരം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. സിമ്മിലാണ് ഇട്ടിക്കണേ. നമ്മളൊരു 5-6 മിനിറ്റ് ആയിട്ടോ തോരൻ ഒന്ന് സിമ്മിലിട്ടിട്ട് തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ട് ഇത്തിരിയും കൂടി ആവാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് സിമ്മിൽ എന്നുള്ളത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടി വയ്ക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരമായി ഇട്ടിട്ട് നമ്മൾ തുറന്ന് ഒന്ന് ഇളക്കുകയാണേ. ഒരുവിധം ഉപ്പ് കൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്നുകൂടി ഇളക്കുകയാണേ. തോരൻ ഓൾമോസ്റ്റ് റെഡിയാണ് നമ്മുടെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്തായി, പാകമായോ, വെന്തോ, മുരിങ്ങക്കായയുടെ പരുവം എന്തായി എന്നുള്ളതൊക്കെ. വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തോളണം എന്നില്ല, കാരണം നമ്മൾ അടുപ്പിൽ വളരെ സിമ്പിളല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഒന്നുകൂടി തട്ടിപ്പൊത്തിയിട്ട് ആ ആവിയിൽ അതിനെ അന്ന് വേവാൻ വിട്ടാൽ മതി. നമ്മളെ തോരൻ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാണ്. നമ്മൾ തീ ഓഫ് ചെയ്യണു. ഞാൻ കുറച്ച് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങാനും ഇനി പണി പാളുമോ എന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം വെച്ചത്, ഒന്ന് തളിച്ചു കൊടുക്കാനായിട്ട്, വെള്ളത്തിൻ്റെ കുറവുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം വന്നില്ല, വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഒന്ന് വെള്ളം നമ്മൾ തട്ടിപ്പൊത്തി വെക്കുന്ന സമയത്ത് ഒന്ന് വെള്ളം തളിച്ചിട്ട് അപ്പോൾ ആ ആവിയിൽ അതിങ്ങനെ വെന്തോളും. അതല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. തോരന് ഏറ്റവും നല്ലത് വെള്ളം ആഡ് ചെയ്യാതെ ഉണ്ടാക്കൽ തന്നെയാണേ. അങ്ങനെ നമ്മുടെ സൂപ്പർ മുരിങ്ങക്കായ തോരൻ റെഡിയാണ്. എന്ത് തോരൻ ഉണ്ടാക്കുകയാണെങ്കിലും ഇതാണ് കേട്ടോ പ്രോസസ്സ്. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണസദ്യക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ മുരിങ്ങക്കായ തോരൻ. ഇനി നമ്മൾ അടുത്ത് എന്താ ഉണ്ടാക്കാൻ പോണത് എന്നറിയോ? ശർക്കര വരട്ടി.